ഹലോ, ഇന്ന് നമുക്ക് ഒരു ചട്നി ആയാലോ? കഴിഞ്ഞ ദിവസം ആര്യാസിൽ പോയപ്പോൾ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ഒരു ചട്നി കിട്ടി. കറി ലീഫ് ചട്നി, കറിവേപ്പിലയുടെ ചട്നി, അടിപൊളിയാണത്. അതിന് വേണ്ടി ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന്, ഒരു ടേബിൾ സ്പൂൺ കപ്പലണ്ടി, അതും കൂടിയിട്ട് നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കളർ ചേഞ്ചായി വരട്ടെ. പിന്നെ വേണ്ടത് കുറച്ചധികം കറിവേപ്പില. ഇത് നല്ല എനിക്ക് പൂരിയുടെ ഒപ്പം ഉണ്ടോ കിട്ടിയത്, അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. പിന്നെ വേണ്ടത് കറിവേപ്പില കുറച്ചധികം ഇടാട്ടോ, അപ്പം ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ. പിന്നെ ആവശ്യത്തിനുള്ള എരിവിന് വേണ്ടിയിട്ടുള്ള പച്ചമുളക് അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കറിവേപ്പില ആ വാട്ടർ കണ്ടൻ്റൊക്കെ പോകുന്ന വരെ ഒന്ന് മുരിഞ്ഞ് വരുന്ന വരെ ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം. ഡ്രൈ റോസ്റ്റ് പെട്ടെന്നാവും കേട്ടോ, ഒരു 2 മിനിറ്റ്സിനുള്ളിൽ സംഭവം ആയി കിട്ടും. ഇനി നമുക്കിതിനെ 1-2 മിനിറ്റ് ആറാൻ വയ്ക്കാം. എന്നിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് ഇഡ്ഡലിയുടെ ഒപ്പം, ദോശയുടെ ഒപ്പം, പൂരിയുടെ ഒപ്പം ഒക്കെ അടിപൊളിയാണ് കേട്ടോ. ഇതിനെ നല്ലോണം ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒന്ന് പൊടിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കോക്കനട്ട് ആഡ് ചെയ്യാം, ആവശ്യത്തിനുള്ള തേങ്ങ, പിന്നെ പുളി, ചെറിയൊരു പുളി ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. പിന്നെ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉപ്പ് അതും ഇട്ട് എടുത്തിട്ട് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടി, ചെറിയൊരു യെല്ലോ കളറാണുള്ളത്, അപ്പോൾ അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം അത് ഒഴിച്ച് കൊടുത്ത് നമ്മുടെ ചട്നി റെഡി. ഇനി നമുക്ക് താളിക്കണം. ഇത് ശരിക്കും ഒരു ഗ്രീൻ കളറാണ് കേട്ടോ, ഗ്രീൻ യെല്ലോയിഷ് അങ്ങനത്തെ ഒരു കളറാണ്. ഇപ്പോൾ ക്യാമറയിൽ ഇത്ര ക്ലിയർ ആയിട്ട് കാണുന്നില്ല, നല്ല തിക്കാണ്. പിന്നെ നമുക്ക് താളിക്കാം. അതിന് വേണ്ടി കുറച്ച് ഓയിൽ ഒഴിച്ച്, ഓയിലല്ല വെളിച്ചത്, കടുകിട്ടു, വറ്റൽമുളക് ഇട്ടു, കറി ലീഫ് അതിട്ടു, പിന്നെ കുറച്ച് പൊട്ടുകടല അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതെല്ലാം ഒന്ന് ഇതായി വരുമ്പോഴേക്കും നമുക്ക് കറിയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇത് അപ്പത്തിൻ്റെ അപ്പം, ദോശ, ഇഡ്ഡലി, പൂരിയുടെ ഒപ്പം അടിപൊളിയാട്ടോ. അപ്പോൾ ഇഷ്ടമായ ട്രൈ ചെയ്യാം. ഞാനിപ്പോൾ അപ്പത്തിൻ്റെ ഒപ്പം കൊണ്ടാണ് കഴിക്കുന്നത്. നല്ല ടേസ്റ്റാണ്. നമ്മുടെ ഹെയർ ഗ്രോത്തിനൊക്കെ കറിവേപ്പില നല്ലതാണല്ലോ. അപ്പോൾ ഓക്കെ, ബൈ.